ഈ വഖഫ് ബില്ലിനെ ലോക്സഭയിൽ അനുകൂലിച്ചത് 288 അംഗങ്ങളാണെങ്കിൽ ബില്ലിനെ എതിർത്തത് 232 പേരാണ്. കൊടുമായിട്ടുള്ള നമ്മുടെ വയനാട്ടുമാക്കം പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തിപരമായ തിരക്കുകളാൽ വിട്ടിരുന്നു. എങ്കിലും ബില്ലിനെ എതിർക്കുന്നവർക്കൊപ്പമാണല്ലോ അവരും, അല്ലെ? അതിൽ സംശയമൊന്നുമില്ല. അതായത് ഭാരതീയ പൗരന്മാർ പാർലമെന്റിലേക്ക് പറഞ്ഞുവിട്ട 520 അംഗങ്ങളിൽ 288 ആളുകൾ മാത്രമാണ് മാനവിക ചിന്തയും ദേശീയ ബുദ്ധിയും നീതിബോധവും പ്രകടിപ്പിക്കുന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 232 ആളുകളും പ്രീണന പക്ഷത്തുള്ളവരാണ്. എന്ന് വെച്ചാൽ ഈ മഹാരാജ്യത്തിലെ 30% വരുന്ന ഒട്ടകനാടൻ മതത്തിൽപ്പെട്ടവരെ പ്രീണിപ്പിച്ച് അവരുടെ സംഘടിത വോട്ടുകൾ തട്ടി ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനായി നമ്മുടെ പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം 232 ആണ്. 520 അംഗങ്ങളിൽ 232 പേരും ഭാരതീയ ജനസംഖ്യയിൽ 20 മുതൽ 30% വരുന്ന അറബി മത പ്രീണനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത്, മറന്നു പോകരുത്. എന്ന് വെച്ചാൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന മതത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ഈ അമതസ്ഥരായിട്ടുള്ള ആളുകളും ഒക്കെ ഉൾപ്പെടുന്ന ആ 70 മുതൽ 80% വരെ എത്തുന്ന ഭാരതീയ പറ്റുള്ള സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് വെറും 288 അംഗങ്ങൾ മാത്രമാണ്. അതാണ് ഓർക്കേണ്ടത്. അതായത് ഇവർ തമ്മിലുള്ള അംഗവ്യത്യാസം എന്നത് വെറും 56 മാത്രമാണ്. 56 പേർ മാത്രമാണ് ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. പ്രീണന പക്ഷത്തുള്ളവരും ഭാരതീയ പക്ഷത്തുള്ളവരും തമ്മിലുള്ള വെറും 56 അംഗങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 80% പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ 288 അംഗങ്ങളും അതുപോലെ 20% പ്രതിനിധീകരിക്കുന്ന പ്രീണനപക്ഷത്തിന്റെ അംഗസംഖ്യ 232, 56 അംഗങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 80% പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ 288 അംഗങ്ങളും 20% പ്രതിനിധീകരിക്കുന്ന പ്രീണനപക്ഷത്തിന്റെ അംഗങ്ങളായി അവിടെ പാർലമെന്റിലുള്ളത് 232 പേരും. ശതമാനക്കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 80% വരുന്ന ഭാരതീയ പറ്റുള്ള മനുഷ്യരെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 288 ഭാഗം 520 ഗുണം 100, അതായത് 55.4% അംഗങ്ങൾ ഉള്ളപ്പോൾ 20% വരുന്ന ഒട്ടകനാടൻ മതസ്ഥരുടെ സംഘടിത ശേഷിയെ പ്രീണിപ്പിക്കുന്ന സഭാംഗങ്ങൾ തീർച്ചയായിട്ടും 44.6% വരും. അങ്ങനെയാണ് കണക്ക് പറയുന്നത്. അപകടകരമായിട്ടുള്ള ഒരു അനുപാതമല്ലേ അതിലുള്ളത്?